റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് മാറ്റിവെച്ച ഖുർആൻ വെണ്ണയില്ലാത്ത പാല് പോലെ മാത്രമാണ്. വെണ്ണയില്ലാത്ത പാലാണ്, ഒരു ഉപകാരം ഉണ്ടാവില്ല. അള്ളാഹിന്റെ കലാമല്ലേ? അള്ളാഹിന്റെ കലാം പറഞ്ഞാൽ കലാമുള്ളത് മുഴുവൻ എടുക്കണം. അതിൻ്റെ മുഹമ്മദിയത്ത്. യത്ലു അലൈഹിം ആയാതിഹി, നബി തിലാവത്ത് ചെയ്തരണം. നബി നബി റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. റസൂലുള്ള ഉണ്ടാവണം ഖുർആന്റെ ഉള്ളിൽ, ഇല്ലെങ്കിൽ അത് വെണ്ണയില്ലാത്ത പാലാണ്. റസൂലുള്ളാഹിനെ മാറ്റിവെച്ച ഖുർആൻ പാക്കറ്റ് പാലാണോ? അത് അള്ളാഹിന്റെ കലാമല്ല. അള്ളാഹിന്റെ കലാം റസൂലുള്ള കൂടിയതാണ്. അപ്പോൾ വഹാബിയുടെ ഖുർആനും സുന്നിയുടെ കലാമും ഖുർആനും വ്യത്യാസമുണ്ട്. ഖുർആൻ സുന്നി അക്ഷരല്ല, അതിനുള്ളിൽ വെണ്ണുണ്ട്. വെണ്ണ കാണുന്നില്ലല്ലോ, ഈ പാലിനെ കാണുള്ളൂ. പക്ഷേ പാലിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് വെണ്ണ. ഖുർആന്റെ ആത്മാവ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സുന്നികളെ ഖുർആനും വഹാബികളെ ഖുർആൻ തന്നെ ഉണ്ടാണ്. റസൂലിനെ മനസ്സിലാക്കുക എന്നതാണ് ദീന്. നിസ്കരിക്കുന്ന മുമ്പിൽ കൊന്നല്ല, അതൊക്കെ വേണം. എപ്പോൾ വേണം? നബിയെ മനസ്സിലാക്കിയിട്ട് വേണം. എന്താണ് ഈ നബിയെ മനസ്സിലാക്കൽ? നബിയെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കലാണ് നബിയെ മനസ്സിലാക്കൽ. നബി പടച്ചവനാണോ? അല്ല. പക്ഷേ പടച്ചവനായ റബ്ബ് ഏറ്റവും ആദരിച്ചനുഗ്രഹിച്ച് പടച്ച സൃഷ്ടിയാണ് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ അവിടെ പടച്ചവനാണോ എന്ന ചോദ്യത്തിന് ഒരു മാനയില്ല. ആകാശഭൂമികളുടെ അധിപതിയായ റബ്ബ് കരുതിക്കൂട്ടി പടച്ചൊരു സൃഷ്ടിയാണ്. അലിഞ്ഞൊന്നും ഇല്ല. ആ നബിക്ക് പകരമായി നിനക്കൊന്നുമില്ല. ആ നബി നേടിയ നേട്ടങ്ങളെല്ലാം അള്ളാഹിന്റെ പ്രത്യേക പൊരുത്താണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നബിയെ നീ ഇഷ്ടപ്പെട്ട് ബഹുമാനിക്കണം. നബി ചെയ്യേണ്ടത് ചെയ്യണം. നബി ചെയ്യുന്നത് നീ ചെയ്യണം. നബിയെ നീ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റണം. എന്നാൽ വേറൊരാൾ, അയാൾക്ക് നബിയെ അങ്ങനെ പൂർണ്ണമായി പിൻപറ്റാൻ കഴിയൂല. പക്ഷെ നബിയാണ് ഒരു വലിയ സംഗതിയാണെന്ന് അയാൾ മനസ്സിലാക്കി, അതയാൾക്ക് മതിയാവും. നബി നിസ്കരിച്ച അത്ര സുന്നത്ത് നിസ്കരിക്കാൻ അയാൾക്ക് കഴിയില്ല. നബി സഹിച്ച ത്യാഗം പോലെ ത്യാഗം സഹിക്കാനും അയാൾക്ക് കഴിയില്ല. പക്ഷെ നബി എന്ന ഒരു വലിയ സംഗതിയാണ് എന്നയാൾ മനസ്സിലാക്കി. നബി എനിക്ക് കഴിയില്ല കേട്ടോ, നിങ്ങൾ ചെയ്തോ ചെയ്യാൻ എനിക്ക് കഴിയില്ല, നിങ്ങളെ ഇഷ്ടമാണ്, അതയാൾക്ക് മതിയാവും. വേറൊരാൾ നബി ചെയ്തതൊക്കെ ചെയ്തു. നബി ആര്? അള്ളാഹ് ഏൽപ്പിച്ചത് ചെയ്തതല്ലേ. ഇപ്പം ഞാൻ നബിൻ്റെ തന്നെ ആക്കേണ്ടത് എന്നൊരാൾ വെച്ചാൽ ഓനും കാഫറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ചില പ്രത്യേക സുന്നത്തുകൾ എടുക്കാൻ കഴിയാത്ത ചില സുന്നികളുണ്ട്. സുന്നത്തുകൾ പള്ളർച്ചെടുക്കുന്ന വഹാബികളുമുണ്ട്. എന്താ പറയുക വ്യത്യാസം? ഈ ജാഹിലും ഈ സുന്നത്തെടുക്കുന്ന ജാഹിലും കാഫറും തമ്മിൽ നേരി വ്യത്യാസമുള്ളൂ. നേരി വ്യത്യാസം. അല്ലാഹു അഅലം. കാഫർ എന്നല്ല, അല്ല എന്നും അല്ല, എനിക്കറിയില്ല. എന്നാ ഒരു കാഫർ ഈ കാഫറിന് നബി വലിയൊരാളെന്നറിയും. ചെറിയ ആളെന്നല്ല, വലിയ ആളെന്നറിയും. നബിയുടെ ആളുകളെ അയാൾ ബഹുമാനിക്കും, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കും. സ്ഥിരമായ അടുത്തൊക്കെ സ്ഥിരമായി വരുന്ന കഫറായ ആളുകളില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത്. നബി അയാൾക്ക് വലിയ ഇഷ്ടമാണ്, നബിയുടെ ആളുകളെ ഇഷ്ടമാണ്, മുസ്ലിമീങ്ങളെ ഇഷ്ടമാണ്, പള്ളിനോട് ഭയങ്കര ബഹുമാനാണ്, വയറ് ബഹുമാനാണ്, അങ്ങനെയൊക്കെ വലിയ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. എന്നാൽ അയാളാകട്ടെ നബിയുടെ മാർഗത്തിൽ ചേർന്നിട്ടുമില്ല. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹിദായത്ത് കൊടുക്കാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ബിതഅളീമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅളീമി അഹ്ലിഹി വതഅളീമി ഉമ്മത്തിഹി.
വതഅ്ളീമി ശആഇരി ദീനി മുഹമ്മദ്. ഒരാൾക്ക് പള്ളിയെ ഭയങ്കര ബഹുമാനമാണ്, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഭയങ്കര ബഹുമാനം. ആലിമീങ്ങളെ ബഹുമാനമാണ്, സയ്യിദന്മാരെ ഭയങ്കര ബഹുമാനമാണ്, നിസ്കാരം ബഹുമാനമാണ്, എല്ലാം ബഹുമാനമാണ്. നിസ്കരിക്കണ ബഹുമാനമാണ്, നോമ്പൊലിക്കണ ബഹുമാനമാണ്, ഹജ്ജിന് പോകുന്ന ആളുകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അയാൾ പറയും. അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ബഹുമാനമാണ് നബിയുടെ മനസ്സ്. നബിയെക്കുറിച്ച് വലിയ ബഹുമാനം. എന്നാൽ മുസ്ലിം അല്ല. ഒരു പക്ഷേ അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഹിദായത്ത് കൊടുത്തേക്കാം. ആ ഹിദായത്ത് നമ്മളോട്ട് അറിയില്ല, അറിയേണ്ടവരല്ല, നമ്മളെ പോലത്തെ അറിയില്ല. ആ ഹിദായത്ത് നമ്മളറിയില്ല, പക്ഷെ കൊടുത്തേക്കാം. അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കാൻ പെരുവിരലിൽ സയ്യിദ്നാ ഇസ്രായേൽ വന്നാലും കൊടുക്കാലും റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാലല്ലേ ഉള്ളൂ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാലല്ലേ തൗബാന്റെ വാതിലടിയുള്ളൂ. അപ്പൊ പെരുവിരലിൽ, കാലിന്റെ പെരുവിരലിൽ വന്നു ആര്? സയ്യിദ്നാ ഇസ്രായേൽ. അപ്പോഴും അയാൾക്ക് ഹിദായത്ത് കൊടുക്കാം അല്ലാഹു തആലക്ക്. പിന്നെ അയാൾക്ക് ഒന്നും മിണ്ടാനും വയ്യ. എന്നാൽ വേറൊരു ലോകത്തെ അയാൾ മിണ്ടുന്നുണ്ടാവും അള്ളാഹിനോട്. മാധവ, ഞാൻ നിനക്ക് ഹിദായത്ത് തരാൻ തീരുമാനിച്ചു, പഠിച്ചോനെ ഇതുവരെ കിട്ടാത്തതിനെ എനിക്ക് കൊണ്ടാ എനിക്ക് വലിയ സന്തോഷമാണ്. ഒരു സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ അയാൾക്കൊന്നും ബാധ്യതയില്ലല്ലോ. മരിച്ചിട്ട് കുളിപ്പിക്കൽ അയാളെ ബാധ്യതയില്ലല്ലോ, മരിച്ച് സംസ്കരിക്കൽ അയാളെ ബാധ്യതയില്ലല്ലോ. അയക്കേണ്ട ബാധ്യതയുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? മരിച്ചിട്ട് കുളിപ്പിക്കൽ അയാളെ ബാധ്യതയല്ല, മയ്യിത്ത് സംസ്കരിക്കൽ അയാളെ ബാധ്യതയല്ല, മറവിയല്ല അയാളെ ബാധ്യതയല്ല. ഇന്നാളെ ബാധ്യതയല്ല. ശല്യം മരിച്ചു. ബാങ്കിനെ ബഹുമാനിച്ചിരുന്ന ഒരു അമുസ്ലിം സ്ത്രീ അവസാനം കലിമ ചൊല്ലി മരിച്ചു. ബാങ്കിനെ ബഹുമാനിച്ചൊരു മനുഷ്യൻ, മുഹമ്മദ് മുസ്തഫാന്റെ അടയാളമാണ് ബാങ്ക്. മുഹമ്മദ് മുസ്തഫാന്റെ അടയാളമാണ്. അതൊന്നും ചെറിയ കാര്യമല്ല. നമ്മൾ ഈ വിചാരിച്ചൊന്നല്ല കാര്യത്തിനെ മനസ്സിലാക്കണം. സുന്നത്തെ ഹയാത്താക്കുന്നതിനേക്കാൾ വലിയത് സുന്നത്തിന്റെ സ്വാഹിബിനെ ബഹുമാനിക്കലാണ്. ഹയാത്താക്കാൻ ചിലപ്പോൾ അയാൾക്ക് ഇസ്തിതാഅത്ത് ഉണ്ടായില്ല, കഴിവുണ്ടായില്ല. ബിശഹുവതിഹി ഓ ബിളുറഫിഹി, അവൻ്റെ വികാര വിചാരങ്ങൾ കൊണ്ട് മുടിയൊക്കെ ഫാഷനാക്കി അങ്ങനെയാക്കി വലിയ ആളായി നടക്കും. പക്ഷെ റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ചെക്കന്മാരില്ലേ, അവർക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ചെക്കന്മാരുണ്ടല്ലോ നമ്മളെപ്പോലെ ഉള്ള കോലം കെട്ടി നടക്കാനൊന്നും അവർക്കറിയില്ല. പക്ഷെ ഹബീബ നബിയോട് അവർക്ക് വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ആക്സിഡന്റിൽ മരിക്കും. റമളാൻ മാസത്തിൽ ആയിരക്കണക്കായ ആളുകൾ പങ്കെടുത്ത് മയ്യത്തെടുത്ത് നിസ്കരിക്കും. നമ്മൾ വിചാരിച്ച ഒന്നാവില്ല. അവൻ്റെ മുടിയൊക്കെ മറ്റേ കുളത്തിലാക്കി ആളും ആകാം. അതെറ്റല്ലേ? തെറ്റാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ ആരോട് തെറ്റാണ്? അള്ളാഹിനോട്. അല്ലാതെ അയാൾ മുടി ക്രോപ്പാക്കിയിട്ട് നമുക്ക് എന്താ നഷ്ടം? അള്ളാഹിനോട് തെറ്റാണ്. അള്ളാഹു ഫുറൈമാണ്. എന്തുകൊണ്ട്? ബി മഹബ്ബത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടിക്ക്. അങ്ങനെ ചെയ്യുന്നറിയില്ല. പക്ഷെ നിങ്ങൾ ആളെ കണക്കാക്കണ്ട. വേറൊരുത്തുണ്ട്, അവൻ താടി മുടിയൊക്കെ അളന്ന് മീറ്റർ വെച്ച് ഒരു പൊടി. അപ്പോൾ അതിന് മീറ്റർ കൊണ്ട് എടുക്കുകയാണ് ഒരു പൊടി കൃത്യമായിട്ട്. താടിയുണ്ട്, മുടിയുണ്ട്, നെരിയാണ്ട് മേലുണ്ട്, ഒക്കെ ഉണ്ട്. ആരോടും മാനില്ല. ആ സുന്നത്താണ്. എൻ്റെ സുന്നത്ത് നബി അർപ്പിലാക്കി. നബി നമ്മൾ നോക്കണ്ടില്ല. നബി എന്ത്? നബി ഇപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞയച്ചിട്ട് അന്ന് നമ്മൾ പോയി. അപ്പോൾ അത്ര നബിനെന്ത്? അങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ. എന്നോട് പറഞ്ഞൂലേ, അത് പോസ്റ്റ്മാനോ വന്നത് നമ്മൾ പോകുമായി കണ്ടതിനാണ്. മദീനത്തല്ലേ റസൂലുള്ളാഹിന്റെ റൗള ശരീഫ്? എന്ത് റൗള ശരീഫ്? ആളെവിടെ പോയി നമ്മൾ നോക്കേണ്ടതില്ല. അയാളെ അള്ളാഹ് പറഞ്ഞയച്ചു, അത്ര തന്നെ എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ. അഊദു ബില്ലാഹ്. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനെ നമസ്കരിക്കണം.
എന്തിനാണ് നിസ്കരിക്കുന്നത്? നിസ്കാരം നബിയെ ബഹുമാനിക്കൽ നോക്കിയാൽ എൻ്റെ മദ്ഹബിൽ നിസ്കാരത്തിൻ്റെ 10,000 ഇരട്ടി മാത്രം നബിയെ ബഹുമാനിക്കലാണ്. 1 ഇരട്ടി 2 ഇരട്ടി 10 ഇരട്ടി 100 ഇരട്ടി 10,000 അല്ല, 10 കോടി ഇരട്ടി എന്ന് പറഞ്ഞാൽ ഞാനതാ പറയാം. നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന നിസ്കാരം ത്തിൻ്റെ കോടാനക്കോടി ഇരട്ടി മാത്രം നബിയെ ബഹുമാനിക്കില്ല. അതാണ് അള്ളാഹു കൽപ്പിച്ചിട്ടില്ലേ? കൽപ്പിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തുകൊടുക്കാനോ അള്ളാഹു യോഗ്യനല്ലേ? ഒരാൾ നിസ്കരിച്ചില്ല നടന്തേ ഉങ്കഫ്രോ എവിടെ നിങ്ങളൊക്കെ വരുന്നത്? ഒരാൾ നിസ്കരിച്ചില്ല നടന്തേ? നിസ്കരിക്കാതിരിക്കൽ ആരോടുള്ള തെറ്റാണ്? അള്ളാഹിനോട്. അള്ളാഹു ഫുറൈമല്ലേ? എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഹബീബിനെ ഇയാൾ ബഹുമാനിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് അങ്ങനെയുണ്ടോ? അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം നബിയെ ബഹുമാനിക്കലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം നബിയെ ബഹുമാനിക്കലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ നിന്ദത നബിയെ നിന്ദിക്കലാണ്. ഇനി അതിൻ്റെ അപ്പുറം വർത്താനല്ല. അത്രയേ ഉള്ളൂ. നബിയെ ബഹുമാനിക്കലും നിസ്കാരം നോക്കിയാൽ നിസ്കാരമൊക്കെ ഒരു എത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു ലാസഞ്ചർ മുട്ടായി, അത്രയേ ഉള്ളൂ. മത്തായ കാര്യമില്ല. ആർക്കാണ് നബിയെ ബഹുമാനിക്കുന്നവർക്ക് വലിയ കാര്യമാണ് നിസ്കാരം. നബിയെ ബഹുമാനിക്കാത്തവർക്ക് എന്ത് നിസ്കാരം? നിങ്ങൾ മനസ്സിലാക്കിക്കൂടി. നബിക്ക് യാതൊരു വിലയുമില്ല, ഒരു വിലയില്ല, ഒരു വിലയുമില്ല. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ബാപ്പയും കാഫറാണ് എന്ന് രാവും പകലും പ്രസംഗിക്കുന്നവർ കേരളത്തിൽ ഇത്ര 1 മീറ്റർ തടിയും വെച്ചിടക്കുന്നുണ്ട്. എന്തൊരു ദീന്! എന്താ അവരിത് പറയാനുള്ള കാരണം? എന്താ കാരണം? റസൂലുള്ള ശരിക്കും നുബുവത്തൊക്കെ കൊണ്ടുവരുന്ന പോലെ മരിച്ചു കഴിഞ്ഞ ഒരു കാഫറല്ലേ? അവർക്കെന്ത് ദീനാണ്? അള്ളാഹും റസൂലിൻ്റെ ഉമ്മയും ബാപ്പില്ലാത്ത സ്വർഗത്തിൽ നിങ്ങൾ കിടക്കുന്നു നോക്കുന്നുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കിടക്കൂല. അള്ളാഹും റസൂലിൻ്റെ ഉമ്മയും ബാപ്പിയുള്ള സ്വർഗത്തിൽ റഹ്മത്തുള്ള ഉണ്ടാവുള്ളൂ, റഹ്മത്തുള്ളവർക്ക് പോകുള്ളൂ. ഉറപ്പ്. എന്തുകൊണ്ട് എനിക്കത് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെയാണ് സ്വർഗത്തിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിൽ ഇങ്ങനെ കത്തിയാളാണ്. നിങ്ങൾക്ക് എന്താ സോക്കട്? നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹ് റസൂലിൻ്റെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കാലിൻ്റെ പെരുവരിലുള്ള രോമത്തിൻ്റെ കതറുണ്ടടാ ഈ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും കൂട്ടിയാൽ. മനുഷ്യൻ അല്ലാഹു തആല ഉള്ളിൻ്റെ ഉള്ളിൽ 6-ാം ഇന്ദ്രിയം തുറന്നു തരണം. തലച്ചോറിനുള്ളിൽ തലച്ചോറിന് അത് പഠിക്കണം. അബ്ദുല്ലാ എന്ന് കേട്ട റളിയല്ലാഹു അൻഹു ഞാൻ ചില റളിയല്ലാഹു എനിക്ക് റളിയല്ലാഹു അൻഹാണ്. അതിൻ്റെ പിന്നിൽ നരകാണെങ്കിൽ എനിക്ക് കിട്ടിക്കോട്ടെ, ഇഞ്ച നരകം ഞാൻ വായിക്കോളാം. നിങ്ങളെന്തിനു മേജറാണ്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ബാപ്പയാകാൻ അള്ളാഹു പൊരുത്തപ്പെട്ട ആളല്ലേ? അതിന് എന്നെ പൊരുത്തപ്പെട്ടില്ലല്ലോ. അള്ളാഹുൻ്റെ റസൂലിൻ്റെ ബാപ്പയാകാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളല്ലേ അബ്ദുള്ള എന്നവര്? അതിന് എന്നെ എൻ്റെ വാപ്പാനെ അള്ളാഹു ഇഷ്ടപ്പെട്ടില്ലല്ലോ. അള്ളാഹു ഇഷ്ടപ്പെട്ട തടിയല്ലത്. ആ തടിയുടെ മുതുകിൽ കിടന്ന ബീജബല്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും ഒരു വിലയുള്ളത്? അവരത്ര വിലയുള്ള ആരാണ് ഈ ലോകത്തുള്ളത്? അവരുടെ വില ആർക്കാണുള്ളത്? എന്തുകൊണ്ട്? അത്രയും വലിയ ആളല്ലേ മുഹമ്മദ് മുസ്തഫ. എന്ത് ബേജാറ്? നിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറുണ്ട? ഞാനല്ലേ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയുള്ള സ്വർഗ്ഗത്തിലെ റഹ്മത്ത് ഉണ്ടാവുള്ളൂ. അവിടേക്ക് പഠിച്ചെന്നെ കയറ്റിയാൽ മതി. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. മക്കാഫത്തുഹിന്റെ ദിവസം അബൂജഹലിന്റെ മകനായ ഇക്രിമ മുസ്ലിമാകാൻ വരുന്നുണ്ട് എന്ന വാർത്ത ഹബീബായ നബിക്ക് ലഭിച്ചു. അപ്പോൾ ഹബീബായ നബി സ്വഹാബത്തിനോട് പറഞ്ഞില്ല, ലാ തസബ്ബു, നിങ്ങൾ അബൂജഹലിനെ ആക്ഷേപിക്കരുത്. കാരണം അതാർക്ക് വിഷമാവും? ഇക്രിമക്ക് വിഷമാവും. വേണ്ട, മുണ്ടിപ്പോയത്.
ഖുർആൻ നസ്സായി പറഞ്ഞ കൃത്യമായ മോശപ്പെട്ട കാഫറാണ് ആര്? എന്നിട്ടും ഇക്രിമ വന്നപ്പോൾ പിന്നെ അത് മിണ്ടിയില്ല. കാരണം കാരണം അതാർക്ക് വിഷമാവും? ഇക്രിമക്ക് വിഷമാവുന്ന കാരണത്താൽ അബൂജഹൽ എന്ന ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞ ഈ തമ്മാടിയുടെ അഭിമാനത്തിൽ പിന്നെ സ്വഹാബികൾ സംസാരിച്ചില്ല എങ്കിൽ ലോകം കണ്ട നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മയും ബാപ്പയും കാഫിർ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് റസൂലുള്ളാഹിന്റെ വിഷമം എത്രയായിരിക്കും? ഇവർക്ക് എന്തിനട ദീന്? ഒക്കെ കണക്കാണ്. മീറ്റർ വെച്ച് അളന്ന് താടിയ കൊണ്ട് നടന്ന കാര്യമല്ല, ഒറ്റ കാര്യമല്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെ വഴി പിടിച്ച് നടക്കുന്ന സുന്നത്തന്മാര് അവരൊക്കെ വിഡ്ഢികൾ, ഭൂലോക വിഡ്ഢികൾ. എന്തുകൊണ്ട് അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിനെ മാത്രമാണത്. അതന്നെ മാറ്റവും, അതന്നെ മാറ്റം. അങ്ങനെയാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ? അല്ലാഹുവിന്റെ കലാം തന്നെ. പക്ഷെ അതിൻ്റെ ട്രേഡ് മാർക്ക് മുഹമ്മദ് മുസ്തഫയാണ്. ഇതിൽ ഓരോ പേജിലും വരിയിലും റസൂലുള്ളാഹിനെ കാണണം, എന്നാലേ അത് ഉപകരിക്കുള്ളൂ, അല്ലെങ്കിൽ ഉപകരിക്കില്ല. അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ വരി ഇങ്ങനെ ഇട്ടാൽ അതിൽ പിന്നെ വെണ്ണെടുത്ത് പോയ പാലിൻ്റെ വേദനയുള്ളൂ. റസൂലുള്ളാഹിനെ മാറ്റിയ ഖുർആനിന് വെണ്ണയെടുത്ത പാലിൻ്റെ ഗുണമേ ഉണ്ടാവുള്ളൂ, യാതൊരു സംശയം വേണ്ട. ആ വെണ്ണയോട് കൂടിയ പടച്ചവനെ തന്നിട്ടുള്ളത്. ഖുർആനിന്റെ വെണ്ണൻ്റെ അത് മുഹമ്മദ് മുസ്തഫ. ചിലർ മൗലിദ് ഓതി നിസ്കരിക്കൂല, അവരോട് ഉപദേശിക്കാൻ നിസ്കരിക്കൂല എങ്കിൽ ചിലർ മൗലിദ് ഓതും നിസ്കരിക്കൂല. ഒരു കാഫിർ ആണ് നരകത്തിലൊന്നും ഈശോ അറിയണ്ട. അതൊക്കെ അള്ളാഹു തീരുമാനിച്ചോട്ടെ, അള്ളാഹു തആല അവരെ രക്ഷപ്പെടുത്തട്ടെ. എന്നാൽ റസൂലുള്ളാഹി മനസ്സിലോ ഒരു നിസ്കരിക്കാത്തതുകൊണ്ട് ഈ ലോകത്താർക്ക് നഷ്ടം ഉണ്ടായില്ലല്ലോ. ആർക്കും നഷ്ടം? ആരാൻ്റെ ഒരു പൂളക്കഷ്ണം, ഒരു ചേമ്പിൻ്റെ കഷ്ണം എടുത്തു എന്നാണെങ്കിൽ നഷ്ടമുണ്ട്. ആരാൻ്റെ നഷ്ടം വന്നു. ഓരോ നിസ്കരിക്കാത്ത റബ്ബിനോടല്ലേ, അനുചന്ദ്ര വിചാരമാണ്, ബോഫുറാഹിമല്ലേ. അവിടെ മോശാക്കണ്ട, അവിടെ നിന്ന് നമ്മൾ കണക്കാക്കണ്ട. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ എന്തുകൊണ്ട് മർമ്മന റസൂലാണ്? ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് മാറ്റിവെച്ച ഖുർആൻ വെണ്ണയില്ലാത്ത പാല് പോലെ മാത്രമാണ്. വെണ്ണയില്ലാത്ത പാലാണ്, ഒരു ഉപകാരം ഉണ്ടാവില്ല. അള്ളാഹിന്റെ കലാമല്ലേ? അള്ളാഹിന്റെ കലാം പറഞ്ഞാൽ കലാമുള്ള മുഴുവൻ എടുക്കണം. അതിൻ്റെ മുഹമ്മദിയത്ത്. യത്ലു അലൈഹിം ആയാതിഹി, നബി തിലാവത്ത് ചെയ്തരണം. നബി ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك. റസൂലുള്ള ഉണ്ടാവണം ഖുർആന്റെ ഉള്ളിൽ, ഇല്ലെങ്കിൽ അത് വെണ്ണയില്ലാത്ത പാലാണ്. റസൂലുള്ളാഹിനെ മാറ്റിവെച്ച ഖുർആൻ പാക്കറ്റ് പാലാണോ? അത് അല്ലാഹുവിന്റെ കലാമല്ല. അല്ലാഹുവിന്റെ കലാം റസൂലുള്ളാഹി കൂടിയതാണ്. അപ്പോൾ വഹാബിയുടെ ഖുർആനും സുന്നിയുടെ കലാമും ഖുർആൻ വ്യത്യാസമുണ്ട്. ഖുർആൻ സുന്നി അക്ഷരല്ല, അതിനുള്ളിൽ വെണ്ണുണ്ട്. വെണ്ണച്ച് കാണുന്നില്ലല്ലോ, ഈ പാലിനല്ലേ കാണുള്ളൂ. പക്ഷേ പാലിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് വെണ്ണ. ഖുർആന്റെ ആത്മാവ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സുന്നികളെ ഖുർആനും വഹാബികളെ ഖുർആൻ തന്നെ ഉണ്ടാണ്. പാക്കറ്റ് പാലും പശുവിനെ കറന്ന പാലും കാഴ്ചയിലൊന്നല്ലേ. വഹാബികളെ ഖുർആൻ പാക്കറ്റ് പാലാണ്. ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? റസൂലുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടില്ല റസൂലുണ്ട്. മറ്റേ അർത്ഥം കാര്യമില്ല, വെണ്ണല്ല. സുന്നികളെ ഖുർആനിൽ ഈ ഓതുന്ന ആൾക്ക് അർത്ഥം അറിയില്ല, ഒരു പരിഭാഷ വായിച്ചിട്ടില്ല, അർത്ഥം അറിയില്ല. പക്ഷെ ആരുണ്ട് അതിൻ്റെ ഉള്ളിൽ? അത് റസൂലുണ്ട്. അതാണ് ലോകത്തിൻ്റെ മാണിക്കക്കല്ലേ, അത് മുഹമ്മദ് മുസ്തഫ. സംശയം വേണ്ട, അത് മനസ്സിലാക്കാതെ കാര്യമില്ല. അമ്പിയാക്കൾക്ക് കിട്ടിയതൊക്കെ നബിയെ കൊണ്ട് കിട്ടിയതാണ്. എന്തും സയ്യിദ് ഇബ്രാഹിം
അഗ്നികുണ്ഡത്ത് നിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിമിൻ്റെ പവറല്ല, അത് മുഹമ്മദ് മുസ്തഫാൻ്റെ പവറാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ആളല്ലേ, വലിയ ആൾ തന്നെ. അപ്പോൾ അപ്പം നബി ആള് എന്നുള്ള ആ ജിൻസിലാവില്ല, അതിൻ്റെ അപ്പുറത്തെ ജിൻസിൽപ്പെട്ട ആളാണ്. ഇബ്രാഹിം നബി വലിയ ആളാണ്, മുഹമ്മദ് നബി ആളെന്നല്ല, അതിൻ്റെ അപ്പുറത്തെ സംഗതിയാണ്. ആളെന്ന് പറയാൻ പറ്റൂല. ഇബ്രാഹിം നബി വലിയ ആൾ പറഞ്ഞാൽ നബി എന്താ പറയുക, വലിയ ആളല്ലേ ഇബ്രാഹിം? അതേ നബി ആ ജിൻസിലും പെട്ട ആളല്ല, അതിൻ്റെ അപ്പുറത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ ആൾ പറഞ്ഞാൽ നബി വലിയ ആൾ എന്നല്ല പറയാം, അറിയില്ല, അങ്ങനെയല്ലോ, അറിയില്ല. ചിലത് നമുക്ക് പറയാൻ അറിയില്ല, എന്താ പറയണ്ട് അറിയില്ല. അപ്പോൾ സയ്യിദ് ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിമി പൗറല്ല, അത് മുസ്തഫ നബിയുടെ പൗറാണ്. യാതൊരു സംശയമില്ല. സയ്യിദ് മൂസ നദി പുഴ ബഹറിൽ ചെങ്കടലിൽ അടിച്ചു പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്തഫ നബിയുടെ പൗറാണ്. അല്ലാതല്ല. എല്ലാം എല്ലാവർക്കും കിട്ടിയില്ല, സുല്ലാ കിട്ടിയതല്ലാതെ സുലൈന് കിട്ടിയതാണ്. അതൊക്കെ വലിയൊരാണിടൂ, വലിയൊരു തന്നെയാണ്, അത്രേ ഉള്ളൂ, വലിയൊരു തന്നെയാണ്. ഇവിടെ നിന്ന് ആരും ഇബ്രാഹിം നബിനെ മോശമാക്കി. അത് ഇജ്ജി പറഞ്ഞു, നിനക്കെൻ്റെ നാവിന് എല്ലാ ലൈസൻസും ഉണ്ട്, ഇജ്ജി പറഞ്ഞിടൂ, അതിലൊന്നും എനിക്ക് വർത്താനല്ല. നിങ്ങൾ ഇബ്രാഹിം നബിനെ മോശമാക്കിയില്ല, ആയിക്കോട്ടെടൂ, ഇജ്ജി പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞില്ല ഇയാൾ ഷിയയാണ്, മറ്റൊരാണ്, മറിച്ചാണ്, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. പറഞ്ഞോട് അങ്ങനെ മേശയിൽ എൻ്റെ അമലൊക്കെ ഞാൻ വാങ്ങിയേക്കും. എനിക്കിപ്പോൾ ഏതായാലും തലേ തിരക്കുള്ളതുകൊണ്ട് അമലൊന്നും കൂടുതൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം പറഞ്ഞോളൂ, അതൊക്കെ കുറച്ച് വാങ്ങാം, ആണ് വരി, എന്താ പറഞ്ഞു, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരു കാര്യമാണ് പറഞ്ഞാൽ പറയും പരിശീലിയാണ്, ആയിക്കോട്ടെ, നിങ്ങൾ ഒരാൾക്കും ആ പറഞ്ഞോലും മുഴുവൻ അമലിയാമാവും ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം പറഞ്ഞാൽ അപ്പം പറയാം, അപ്പോൾ ചെയ്യാം, ആയിക്കോട്ടെ, എനിക്ക് ചെയ്യാന്നുള്ളത് എനിക്കൊന്നും നഷ്ടം വന്നിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാത്ത ഒന്നുമില്ല. അത് മാറ്റിച്ചാലോ, റസൂലുള്ളാഹിനെ മാറ്റിച്ചാൽ ഖുർആനല്ല. എന്താ ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിനെ ബഹുമാനിക്കാത്ത, റസൂലുള്ളാഹിനെ മാത്രം മനസ്സിലാക്കാത്ത ഒരുത്തൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഖുർആനല്ല, അതിൻ്റെ പതേ ഉള്ളൂ, അതിൻ്റെ റൂഹില്ല. അതന്നെ. ഒരുത്തൻ വണ്ടി കെട്ടു, വണ്ടിൻ്റെ എൻജിൻ എടുക്കാൻ മറന്നുപോയി, വണ്ടിൻ്റെ എൻജിൻ കഴിച്ചു വെച്ചിന്. അപ്പോഴാണ് രാത്രി കള്ളം വന്നത്. കള്ളം എന്ത് ചെയ്ത് അവൻ്റെ പിക്കപ്പിൻ്റെ ബാക്കിൽ കെട്ടിപ്പലിച്ച് പെരി കൊണ്ടിട്ട്, എന്ത് കാർ, ആ കാർ കൊണ്ട് ഇതാ വരും. എന്നാൽ കാണാൻ ഒറിജിനൽ കാറാണ്, അതിൻ്റെ ബോണറ്റൊക്കെ അടച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ, എൻജിനുള്ളവരും ഇല്ലാത്തവരാരും അറിയില്ലല്ലോ. ഫോട്ടോ എടുത്താൽ അതാണ്. ഒരു മറ്റേ മകന് വാട്സപ്പിൽ ഇട്ടു, ഇന്നലെ രാത്രി നമ്മൾ വാപ്പ കട്ടുകൊണ്ടിരുന്ന കാറാണ്. ഓ, 1-ാം നമ്പർ കാറാണ്, മെർസിഡീസ് കാറാണ് ഇന്നലെ വാപ്പാക്ക്. കള്ളൻ്റെ മക്കളാണ്, മെർസിഡീസാണ് നമ്മളെ വാപ്പ ഇന്നലെ കട്ടത്. ഓ, ഭയങ്കരം. എങ്ങനെ ചാവിട്ട് ചാവിനും എടുക്കേണ്ടി വന്നില്ല, വാപ്പ പിക്കപ്പിൻ്റെ ബാക്കിൽ കെട്ടി വലിച്ച്. ചാവിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കാം, പ്രശ്നമില്ല. ചാവിയൊക്കെ ഉണ്ടാക്കിയാലും ആയി സ്റ്റാർട്ടാവില്ല. എന്തേ ആ എൻജിൻ കഴിച്ചിട്ട് ചെറിയ റീവർക്കിന് വേണ്ടിയിട്ട് ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി അന്നാണ് ഒരു കെട്ടത്. അവരെന്തില്ല എഞ്ചില്ല. അതുപോലെയാണ് വാബിയുടെ ഖുർആനിൻ്റെ അർത്ഥം. പണ്ടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുന്നു, പണ്ടാരെങ്കിലും പറഞ്ഞത് മാത്രം പണിയാണോ എനിക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് പറയുന്നത് എനിക്ക് അല്ലാഹു മനസ്സിലാക്കി തന്ന ഹക്കാണ്. ഇത് പറഞ്ഞ കോടാനക്കോടി മഹാന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളോട് എത്ര വട്ടം പറഞ്ഞു, ഖുർആൻ കിട്ടിയിട്ടില്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കൊന്നും സംഭവിക്കില്ല, റസൂലുള്ളാഹിനെ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുക ഖുർആനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, മുസ്ലിമീങ്ങൾക്കൊന്നും കിട്ടിയില്ല. മുസ്ലിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. നിസ്കരിക്കണ്ട എന്ന ഫാത്തിഹ സൂറത്തും കൂടി അല്ലാഹ് ഇറക്കി കൊടുത്തില്ല.
അപ്പോൾ അള്ളാഹ് പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങൾക്ക് നിസ്കാരം ബാധ്യ സ്ഥലത്തൊക്കെ തരുന്നു ചേച്ചിന്, പക്ഷെ ഇനിയിപ്പോൾ തൽക്കാലം തരുന്നില്ല, നബിനെ പിൻപറ്റി അങ്ങനെ പോയിക്കോളി എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ ഷുർബിയലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ഒരു കുടിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രയേ ഉള്ളൂ. എല്ലാം കിട്ടി, നിസ്കാരം കിട്ടി, നോൻപിട്ട് റസൂലുള്ളാഹിനെ മനസ്സിലായിട്ടില്ല. എന്താ കാര്യം? ഇവർക്കെല്ലാം റസൂലുള്ളാഹിനെ മനസ്സിലാക്കി. റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയൂല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇത് ആർക്കും അറിയില്ല. റസൂലുള്ളാഹിനെ മാത്രം ആർക്കും അറിയാം. അമ്പിയാക്കൾക്കറിയാം, പിന്നെ എനിക്കൊന്നും അറിയോ? ഹബീബായ നബി സല്ലല്ലാഹു ആരാന്നറിയില്ല, അറിയില്ല. ഒരാൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കണമെങ്കിൽ പേടിച്ചോളി, അയാളിൽ എന്തോന്നുണ്ടാവും. തൗഫീഖില്ലാത്തൊരാൾക്ക് റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിനെ ലോകം മുന്നെടുക്കണം, യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. لأن الذي للأنبياء من خوارق به نالها الأرسال خيرا محشدا. നിയമം വേറെ വെക്കുക. നിയമം അങ്ങനെയല്ലേ കിതാബിൽ എഴുതി, എങ്ങനെയല്ലേ കിതാബിൽ എഴുതിയ? കിതാബിലൊക്കെ അങ്ങനെ എഴുതിയത്. കിതാബിൻ്റെ എഴുതിൻ്റെ അപ്പുറത്തും കാര്യമുണ്ടാവും. എഴുതിയ മാത്രം ചോദിക്കണ്ട. ഞങ്ങളോട് ഈ ആഴ്ച എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞില്ലേ, ഒരു കല്യാണം കഴിക്കും, ഒരു കാര്യം നിർക്കും, വേറെ കല്യാണം കഴിക്കും. ഒരു ഹസൻ റളിയല്ലാഹു അൻഹു, ഒരു തറവാട്ടുകാർക്ക് ഹസൻ എന്ന് കിട്ടിയാൽ മതി. ആ തറവാട്ടിൽ നിന്ന് ഹസൻ എന്ന് കല്യാണം കഴിച്ചാൽ തന്നെ അവർക്ക് സന്തോഷമാണ്. നിലനിർത്തുന്നില്ല. 1-2 മാസം അത് കല്യാണം അത് ഒഴിവാക്കി അടുത്ത കല്യാണം കഴിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ റളിയല്ലാഹു അൻഹു. പിന്നെ നിയമം എണീറ്റ് മദീന പള്ളിയിൽ പറഞ്ഞു, അല്ല കൂഫ പള്ളിയിൽ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ഈ പണി നിർത്തണം, കെട്ടിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ കെട്ടിച്ചു കൊടുക്കും. എന്നാൽ ഞങ്ങൾ ജയിലിലിടുന്ന അറിയണോ? അലി ചെയ്തത്, അലിയാളെ കെട്ടിപ്പിടിച്ചു. നിയമം വേറെ, കാര്യം വേറെ. നിയമമല്ലല്ലോ കാര്യം, എല്ലായിടത്തും നിയമം. ഫാത്തിമ ബീവി കട്ട വിരലിയെ മുറിക്കുന്നത്, അക്കയ്യ മുറിക്കുന്നതാണ് മുസ്തഫ റസൂലുള്ളാഹി. ഇങ്ങനെ സങ്കല്പിക്കുക, ഫാത്തിമ ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല, ഫാത്തിമാവിൻ്റെ കൈവട്ടൻ്റെ രംഗം വന്ന് സങ്കല്പിക്കുക. മദീനത്തെ ജനങ്ങൾ മുഴുവനും ആ കയ്യിൻ്റെ മേലെ കൂടി വീണാൽ റസൂലുള്ളാഹിയോട് ദേഷ്യം വരും. ആസ്ഥ അതല്ലേ അത്. നിയമം നിയമം എന്ത് നിയമം അവിടെ? ഒന്നുമില്ല. ഫാത്തിമാവിനെ കക്കൂല, ഫാത്തിമേനെ കൈ കെട്ടേണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. ഈ ലോകത്തേറ്റവും പെച്ചവരാരാ? ഈ ലോകത്തേറ്റവും പെച്ചവരാരാ? ഈ ലോകത്തേറ്റവും പെച്ച ആളുകൾ, ഈ ലോകത്തേറ്റവും പെച്ച ആളുകൾ അഹ്ലു ബൈത്തിനെ കൊന്നവരാണ്. അതിനേക്കാൾ മോശപ്പെട്ട ഒരാളുണ്ടാവില്ല. അഹ്ലു ബൈത്തിനെ കൊന്നവരെക്കാൾ ശിക്ഷ പരലോകത്താർക്കും ഉണ്ടാവില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. കാരണം അവർ അല്ലാഹു റസൂലിനെ വേദനിപ്പിച്ചു. അല്ലാഹു റസൂലിനെ വേദനിപ്പിച്ചു. എത്ര ആളെ കൊന്നതൊക്കെ രാഷ്ട്രീയക്കാര്, ഒക്കെ രാഷ്ട്രീയക്കാര് എല്ലാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നതാണ് രാഷ്ട്രീയക്കാര്. കാരണം ഒരാളിലേക്ക് ജനം വലിഞ്ഞുകൂടുന്നാണ്ടാൽ ഒരു പ്രശ്നമാണ്, അവർക്ക് സ്വാധീനം കുറയും, കൊല്ലും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജഅഫർ സാദിഖിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ മൻസൂർ രാജാവ് തീരുമാനിച്ചു. എന്തുകൊണ്ട്? അത്ര വലിയ സ്വാധീനം ജഅഫർ സാദിഖിന്. സൈനുൽ ആബിദീന്റെ മകൻ. സൈനുൽ ആബിദീൻ ആരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ജഅഫർ സാദിഖിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് പലരും പറഞ്ഞു കൊല്ലണ്ടട്ടാ, നിങ്ങൾ വിചാരിച്ച ആളല്ല, കൊല്ലണ്ട, കൊന്നേ മതിയാവും. കാരണം ജനങ്ങളെ സ്വാധീനമൊക്കെ ആർക്കാണ്? ജഅഫർ സാദിഖ് കൊന്ന ആ ജനങ്ങൾ അവൾക്ക് പോലല്ലോ. അസൂയ. ഒന്ന് അസൂയ മാത്രമല്ല, ഈ ഇങ്ങനെ ജനങ്ങൾ ഒരാളടുത്തേക്ക് പോയാൽ ഇവർക്ക് നഷ്ടം പോയിക്കും. അതാണല്ലോ. അവസാനം ആളെ പറഞ്ഞയച്ചു, കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. വന്ന ഉടനെ ചോദിച്ചു,
വന്നപ്പോൾ ഈ മൻസൂർ എണീറ്റും എന്തിനാ വിളിച്ചു ചോദിച്ചു. ആവശ്യമേ പറയാൻ എന്തിനാ വിളിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിക്കാനാണ്. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടത് ജിന്നെ വിളിക്കാതിരിക്കുക, ജിന്നെ വിളിക്കരുത്, എനിക്കെൻ്റെ പണിയുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ചെയ്തു തരാണ്. ഈ മൻസൂർ ചക്രവർത്തി പറയാണ്, മൻസൂർ രാജാവ് പറയാണ്. വന്ന ഉടനെ തന്നെ ജാഫർ സാദിഖ് ചിചന്ദ്രനെ വിളിച്ച് അവർ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത് തരാനാണ്. രാജകിങ്കരന്മാരോട് രാജാവ് പറഞ്ഞിരുന്നു, ഞാൻ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുവേ എൻ്റെ തൊപ്പി, എൻ്റെ തലയുള്ള തൊപ്പി ഞാൻ, എൻ്റെ രാജമുദ്രയുള്ള തൊപ്പി ഞാൻ പൊക്കും. അപ്പോൾ അതൊരടയാളാണ്. അപ്പോൾ നിങ്ങൾ അയാളെ തലവെട്ടണം. കൊട്ടാരത്തിൽ വിളിച്ചുവരുത്തിയപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഞാൻ കൊട്ടാരത്തെ കുറിച്ച്? നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്തു തരാനാണ്. എനിക്ക് വേണ്ടത് എന്താ അത് ചെയ്തു തരും. എന്നാ ജിന്നെ വേലൽ വിളിക്കാതിരിക്കുക, അതിന് എനിക്ക് വേണ്ടത്. ബഹുമാനിച്ച് എണീറ്റ് തിരിച്ച് യാത്രയാക്കി. അപ്പോൾ ചോദിച്ച് മൻസൂറിനോട്, നിങ്ങളല്ലേ പറഞ്ഞത് തലവെട്ടണം, നിങ്ങളല്ലേ അയാളെ കണ്ട തലവെട്ടണം, ഞാൻ തൊപ്പി പൊന്തിക്കും, അപ്പോൾ നിങ്ങൾ തലവെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുങ്ങിക്കുന്നത് എന്ത്. അപ്പോൾ പറഞ്ഞേ, അയാൾ ഈ കൊട്ടാരത്തിൽ വന്നപ്പോൾ അയാളെ ബാക്കിൽ ഒരു അതിഭീകരമായ ഒരു സർപ്പത്തെ ഞാൻ കണ്ടു. അറാദത്ത് എൻ്റെ ഈ കൊട്ടാരടക്കം വിഴുങ്ങ മാത്രമുള്ള വായന്. ഇപ്പം ഈ കൊട്ടാരത്തിലുള്ളവരെ മുഴുവനും അത് വിഴുങ്ങിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, പേടിയായി. അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ജാഫർ സാദിഖ് റളിയല്ലാഹു പറയുള്ളൂ. ആരൊക്കെ പെർസുല്ലാനെ പേരെക്കുട്ടി, ഈ ലോകം മുഴുവൻ അവരെ കയ്യിലാണ്. ഒരാളും വിടൂല, ഒരാളും രക്ഷപ്പെടില്ല കേട്ടോ. അഹ്ലു ബൈത്തിനെ ആക്ഷേപിച്ചവർ ഒരിക്കലും രക്ഷപ്പെടില്ല. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷപ്പെട്ടു. അഹ്ലു ബൈത്ത് തന്നെയാണ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്, യാതൊരു സംശയവും വേണ്ട. അത് യാതൊരു സംശയവും വേണ്ട. അവരെ നിസ്സാരപ്പെടുത്താനേ പാടില്ല. അവരിൽ നിന്ന് നമുക്ക് പ്രയാസകരമായ അവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടാവും. ഒരു മനുഷ്യനാണല്ലോ, എന്നാലും നമ്മൾ അവരോർക്കാൻ പാടില്ല. എന്നുള്ള അവർ റസൂലുള്ളാഹിന്റെ പേര് മക്കളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവരുടെ ദർജ കൊടുക്കട്ടെ. ചിന്തിച്ചോളി. എന്തുകൊണ്ട് അമ്പിയാക്കൾക്ക് കിട്ടിയത് വരെ റസൂലുള്ളാഹിന്റെ മാത്രം കൊണ്ടാണെങ്കിൽ പിന്നെ വേറെ ആരെവിടെ ഉണ്ടോ? നീ രക്ഷപ്പെടും, ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അതാണ് പറഞ്ഞത്, ഞാൻ നേരം വെളുത്താൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകും. എന്തെങ്കിലും കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടാണ്.